എല്ലാ ഏർപ്പാടുകളും കറക്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. എന്താ അവർക്കിപ്പോ പറ്റിയത്? ഇവരെന്താ ഇങ്ങനെ സ്കേറ്റ് ചെയ്യുന്നത്? ദേ അവിടെ കോറിഡോറിന്റെ എൻഡിൽ പടിക്കെട്ടുകളാണുള്ളത്. അവരെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. കയറ് പിടിച്ചോ. വീർ, വീർ, നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മോനെ. താങ്ക് യു വീർ, താങ്ക് യു വെരി മച്ച് വീർ. താങ്ക് യു വീർ. നീ ഞങ്ങളെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ താഴെ വീണേനെ. ബണ്ടി, നീ എന്താ വീറിന് താങ്ക്സ് പറയാത്തത്? താങ്ക് യു വീർ. യു ആർ വെൽക്കം. ഇന്ന് ഞാൻ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും എന്നെ പ്രശംസിക്കും. നിങ്ങൾ നോക്കിക്കോ, ശ്രദ്ധിച്ചു കേക്ക്. ഇന്നലെ ഞാനൊരു ഡോഗ് ട്രെയിനറുടെ അടുത്ത് സംസാരിച്ചിരുന്നു. ഇന്ന് അയാളുടെ ഡോഗിയെ നമ്മുടെ ഗേറ്റ് വഴി അകത്തേക്ക് കയറ്റി വിടും. പിന്നെ ആ ഡോഗി എല്ലാ സ്റ്റുഡൻസിനെയും കണ്ട് കുരയ്ക്കാൻ തുടങ്ങും. അത് കടിക്കുമെന്ന് വിചാരിച്ച് എല്ലാ സ്റ്റുഡൻസും ഓടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നീ എന്ത് ചെയ്യും ബണ്ടി? ആ ഡോഗിക്ക് ഇംഗ്ലീഷിൽ എന്ത് പറഞ്ഞാലും അതിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഞാൻ അവനോട് പറയും സ്റ്റോപ്പ് ബാർക്കിംഗ്. അപ്പോ അത് കുരയ്ക്കുന്നത് പെട്ടെന്ന് നിർത്തും. എന്നിട്ട് ഞാൻ പറയും റൺ ഫ്രം ഹിയർ. അപ്പോ അത് പെട്ടെന്ന് തന്നെ ഓടിപ്പോവും. ഞാൻ അതിനെ ചേസ് ചെയ്യും. ആ ഡോഗി എന്നെ പേടിച്ച് ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്ന അതിന്റെ ഓണറുടെ അടുത്ത് പോവും. എല്ലാ സ്റ്റുഡൻസിനെയും ആ ഡോഗിയുടെ അടുത്ത് നിന്ന് രക്ഷിച്ചതിന് എനിക്ക് സ്റ്റുഡന്റ് ഓഫ് ദി വീക്ക് ട്രോഫി കിട്ടും. ഞാൻ ഡോഗ് ട്രെയിനറുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ, ബണ്ടി ഹിയർ. ഹലോ ബണ്ടി, ഞാൻ ഡോഗിനെ കൊണ്ട് വന്നോണ്ടിരിക്കുക. ഞാൻ അതിനെ ഗേറ്റ് വഴി അകത്തേക്ക് വിട്ടേക്കാം. അതെല്ലാരെയും കണ്ട് കുരയ്ക്കും. എല്ലാവരെയും ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കും. അത് കണ്ട് പേടിക്കണ്ട, അതാരെയും കടിക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിനക്ക് അതിനോട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. നീ എന്ത് പറഞ്ഞാലും അതനുസരിക്കും. അവൻ ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. ഓക്കെ, അതിന് വേഗം പറഞ്ഞയക്ക്. ഞാൻ പുറത്തുള്ള പ്ലേ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവും. ഓഹോ, ഈ കാർ ഒന്ന് മര്യാദയ്ക്ക് സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. ഇനി മെക്കാനിക്കിനെ എവിടെ കിട്ടും? നീ ആ ഡോഗിനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഇത് നിങ്ങളുടെ ഡോഗിയാണോ? എന്തിനാ ഇങ്ങോട്ട് അതിനെ കൊണ്ടുവന്നത്? ചിൽഡ്രൻസ്, ദേ അത് കണ്ടോ, നല്ലപോലെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡോഗിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും എങ്ങനെയാണെന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കും. ഓ സിറ്റി മുഴുവൻ ആരോ കൊള്ളയടിച്ചു പോയിരിക്കുകയാണ്. ഭൂതക്കുരങ്ങൻ കാരണം സിറ്റിയിൽ എല്ലാവരും വളരെ വിഷമത്തിലാണ്. ഇതൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റുകയാണ് ചോടൂടേരെ. പേടി കൊണ്ട് ജനങ്ങളാരും വീടിന് പുറത്തേക്ക് വരുന്നില്ല. എല്ലാ സ്ഥലത്തും ആരോ കൊള്ളയടിച്ചു പോകുന്നു. ഇന്നത്തെ ന്യൂസ് അവസാനിക്കുന്നു. ഇവിടെ ഭൂതവുമില്ല, ഭൂതക്കുരങ്ങൻ എന്ന് പറഞ്ഞ ആരുമില്ല. തീർച്ചയായിട്ടും ഇത് ഏതോ ഒരു കള്ളന്റെ കളിയായിരിക്കും. അവൻ ഭൂതമായിട്ട് വേഷമിട്ട് എല്ലാരെയും പേടിപ്പിക്കുക. അവനെ പേടിച്ച് ജനങ്ങളെല്ലാവരും വീടിന്റെ പുറത്തിറങ്ങാതിരിക്കും. അപ്പൊ അവന് എളുപ്പത്തിൽ കൊള്ളയടിക്കാനും പറ്റും. നീ പറഞ്ഞത് ശരി തന്നെയാണ് വീർ. ഇതേതോ കള്ളന്റെ പണിയാണ്. നമുക്കവനെ തീർച്ചയായിട്ടും പിടിച്ചേ പറ്റൂ വീർ. അത് ശരി, അപ്പൊ നീയാണല്ലേ ഭൂതക്കുരങ്ങ്. ഞാൻ അപ്പോഴേ സംശയിച്ചതാ.
നിങ്ങൾ അലർട്ടായിരിക്കണം. ആരും എന്റെ പുറകെ വരുന്നുണ്ട്. അവൻ പറക്കുന്നുമുണ്ട്. വളരെ സൂക്ഷിക്കണം. കാണാൻ അവനൊരു കൊച്ചു ചെക്കനെ പോലെയുണ്ട്. എല്ലാവരും തിരിച്ചവരവരുടെ സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കോ. എല്ലാവരും ബേസ്മെന്റിലേക്ക് വാ. വേഗം വേണം. റോബോബോയ്, നിങ്ങൾക്കറിയാമോ ഭൂതക്കുര ഉണ്ടെങ്കിലും ഉടനെ ഇങ്ങെത്തില്ലേ? ഓക്കെ ബോസ്. എന്താ ഇവിടെ? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? അതിനെല്ലാം നിർത്തിവെക്ക്. അയ്യോ, എന്റെ തല കത്തുന്നേ. ഓടിക്കോ. നിക്ക് ഭാഷ, ഞാനും വരുന്നു. അയ്യോ, അയ്യോ, രക്ഷിക്കണേ. ഓടിക്കോ കുട്ടികളെ, വേഗം രക്ഷപ്പെട്ടോ. കമോൺ കമോൺ. വീർ വേഗം ഓടിക്കോ. അവിടെയുള്ള റോബോട്ടേഴ്സ് ഒക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാണ്. അവര് ലേസർ ബീം വെച്ച് നമ്മളെ ഫയർ ചെയ്തോണ്ടിരിക്കുക. കുട്ടികളെ എല്ലാരും അവരെ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഓടിക്കോ വീർ, വേഗം ഓടിക്കോ. നിങ്ങൾ എല്ലാവരും ചെല്ല്. എന്താ പ്രശ്നമെന്ന് ഞാൻ നോക്കാം. വീർ, നീ നിക്ക്, ഞാൻ നോക്കിക്കോളാം. ഇത്ര ചെറിയ ടോയ്സ് ഇത്ര വലിയ അറ്റാക്ക് ചെയ്യുന്നെന്നോ? ഇപ്പൊ തന്നെ ചെന്ന് ഞാൻ എല്ലാത്തിനെയും ശരിയാക്കാം. ഡാ, എല്ലാം കെട്ടിപ്പെറുക്കി വിടുന്ന മര്യാദക്ക് പൊക്കോണം. ഈ ചിണ്ടുവിന് ദേഷ്യം വന്നാലുണ്ടല്ലോ, ചിന്ന ഭിന്നമാക്കി ആകാശത്തേക്ക് വലിച്ചെറിയും, പറഞ്ഞേക്കാം. ഞാൻ 3 വരെ എണ്ണും. 1, 2, 1 മിനിറ്റ്. ഞാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് തരാം. അക്കിടം പക്കിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഓക്കെ, 1, 2, 3. മറന്നുപോയി. ഞാനിപ്പോ എവിടെയാ? അല്ല, ഞാനെങ്ങനെ ഇത്ര ചെറുതായത്? അയ്യോ, ഈ കാക്ക പരുന്തിന്റെ അത്രയുണ്ടല്ലോ. എന്നെ രക്ഷിക്കണേ, ഹെൽപ്പ്. ഇനിയിപ്പൊ ഞാൻ കളത്തിൽ ഇറങ്ങിയേ പറ്റൂ. എമിലി, ചുൾബുൾ, നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിൽക്ക്. ഒരു മിനിറ്റ്, ഞാനിപ്പോ ഡോർ തുറന്നു വിട്ടേക്കാം. ചുൽബുൾ, നീ ചെന്ന് ടിംബക്ടുവിന് പണിയെടുക്കും. ഞാൻ വീറിനെ രക്ഷിച്ചിട്ട് വരാം. ഹലോ ബോസ്, വീർ ഇപ്പോൾ പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലാണ് ബോസ്. കണ്ടോടാ എന്റെ ചെറിയ റോബോട്ട്. ഞാൻ വിചാരിച്ചത് സാധിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ച വലയിൽ വീർ കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയാണ് എന്റെ കളി തുടങ്ങുവാൻ പോകുന്നത്. ടിക്ടിറ്റോ, വേഗം വരൂ. ഇവൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. വീർ, ഓടിക്കാം. ഇപ്പോൾ എനിക്കൊരു ഗാഡ്ജറ്റും കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം.
എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ആ മാഡ്മാക്സിന്റെ ചതിക്കളിയാണ് മോളെ. അവൻ ഏതോ ഒരു ഡിവൈസ് വെച്ച് വീറിന്റെ തൊണ്ട ജാമാക്കിയിരിക്കുക. വീറിന് അവന്റെ ഗാഡ്ജറ്റ്സിനെ കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ അവന്റെ റോബോട്ടിനെ അയച്ചിരിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യാ അപ്പൂപ്പ? വാ മോളെ, അവന്റെ തൊണ്ടയിലെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. അതേ ഒരു വഴിയുള്ളൂ. ആ ചാടി പോകുന്നു നമ്മുടെ വീറിനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ എങ്ങനെയാ സാധിക്കുന്നത്? പക്ഷെ അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ. വീറൊരു റോബോട്ടാണ്. റോബോബോയും വീറ് തന്നെയാണ് അച്ഛാ, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. അതാണ് പ്രശ്നം. വീർ, ഞാൻ ഇപ്പൊ തന്നെ അവനെ എടുത്തിട്ട് ചവിട്ടി ഒരു പരിവാക്കാൻ നോക്കിക്കോ. എന്നെ വിട്ടേക്ക, എന്നെ വിട്ടേക്ക.